രുദ്രൻ ആമിയുടെ കഞ്ചാവടിച്ച് നിൽപ്പ് കണ്ടതോണ്ടാ അങ്ങനെ പറഞ്ഞതും. അത് കേട്ടതും പെണ്ണ് അവിടെ അന്തം വിട്ട് നിൽപ്പായി. ബോധം വരുമ്പോ ഇങ്ങ് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ താഴേക്ക് പോയി. അവിടെ എല്ലാവരും കാര്യമായി ചർച്ചയിലാണ്. എന്താ മുത്തച്ഛ വിഷയം? മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്ന കാര്യം തിരക്കി. നാളെ മുത്തശ്ശൻ്റെ വിവാഹ വാർഷികമാണ് മോനെ. മുത്തച്ഛൻ പറഞ്ഞതും എല്ലാ പ്രാവശ്യവും വിവാഹ വാർഷികം നടത്തുന്നത് ആലോചിച്ചു. ആണോ മുത്തു? എന്താ നേരത്തെ പറയാതിരുന്നത്? പെട്ടെന്ന് ആമി അതും ചോദിച്ചുകൊണ്ട് വന്നു. എന്താ അപ്പം നാളെ പരിപാടി? അതും ചോദിച്ചുകൊണ്ട് ആമി മുത്തശ്ശിയുടെ അടുത്തിരുന്നു. അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടാവാറില്ല കുട്ടിയെ. അതെന്താ ശാരിയമ്മേ ആഘോഷമില്ലാത്ത? വലിയ ആഘോഷമൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ചെറിയ രീതിയിലൊക്കെ നടത്താറുണ്ട്. മറുപടി കൊടുത്തത് മാമനാണ്. ആ അത് മതിയല്ലോ മാമ, നമുക്ക് അത് അടിപൊളിയാക്കാലോ. ആമി ഉത്സാഹത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു. എല്ലാ പ്രാവശ്യവും എങ്ങനെയാണോ അതേപോലെ തന്നെ മതി, പുതിയ പരിപാടിയൊന്നും ആരും തയ്യാറാക്കേണ്ട. ആമി പറഞ്ഞത് ഇഷ്ടമാകാതെ രണ്ടുപേരിൽ ഒരാൾ രംഗത്തെത്തി. സുഭദ്ര അമ്മായി ആമിയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആമി സൈലൻ്റായി മുഖം വാടി മുത്തുവിൻ്റെ അടുത്തിരുന്നു. എല്ലാ പ്രാവശ്യവും ഒരേപോലെ തന്നെ വേണമെന്നില്ലല്ലോ അമ്മായി, ഇത്തവണ കുറച്ച് ഡാൻസ് പാർട്ടിയൊക്കെ ആയിക്കോട്ടെ അല്ലേ മുത്തച്ഛ? ഞാൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് മുത്തുവിൻ്റെ അടുത്ത് പോയിരുന്നു. മറ്റേ സൈഡിൽ ആമി ഇരിപ്പുണ്ട്. അതെ അതെ, മക്കളുടെ ആഗ്രഹത്താണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതെന്തിനാ മുത്തച്ഛ ഇത്രയും കാലം ഇല്ലാത്ത ഓരോന്നൊക്കെ ഇപ്പോ? 20 കൊല്ലം മുമ്പ് നീ ഉണ്ടായിരുന്നോ? ഇപ്പോ നീ ഇല്ലേ? അതേപോലെ പുതിയതായി ഓരോന്നും ഇനിയും ഉണ്ടാകും. ആഗ്രഹം ആമിയുടെ ആയതുകൊണ്ട് അത് പ്രിയയ്ക്ക് പറ്റുന്നില്ല. മുത്തശ്ശി അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തു. മുത്തശ്ശിയുടെ മറുപടി കേട്ടതും എല്ലാവരും ചിരിച്ചുപോയി. അത് കണ്ടതും അമ്മയും മോളും ചവിട്ടി തുള്ളി അങ്ങോട്ട് പോയി. ആഗ്രഹം ആമിയുടെ ആയോണ്ടാണ് കുനിഷ്ട് രണ്ടിനും. അവർ പോയതും അച്ചു പറഞ്ഞു, ഓ ഇങ്ങനെ 2 എണ്ണം. മുത്തശ്ശി തലയ്ക്ക് കൈവച്ചതും, എൻ്റെ ശാരിയമ്മേ, കണ്ണീര് തട്ടാതിരിക്കാൻ ഒന്നും നല്ലതാ. ദൈവം നമുക്ക് ഒന്നിനു പകരം 2 എണ്ണം തന്നില്ലേ? അപ്പു വലിയ കാര്യമായി പറഞ്ഞു. ഡാഡാ, അമ്മായി കേൾക്കും ചെക്ക. ദേവുമ്മ അപ്പം തന്നെ ചെക്കൻ്റെ തലയ്ക്കൊന്ന് കൊട്ടി. ഓഹ് ഒന്ന് പോവാമ്മേ, അവർ കേട്ടാ എനിക്കെന്താ? മുഖം കെറിവിച്ചുകൊണ്ട് അപ്പു തിരിഞ്ഞിരുന്നു. അവനോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേവുമ്മയും അമ്മയും പോയി. ഇനി ഒട്ടും ടൈമില്ല രുദ്ര, നമുക്ക് ഇപ്പോഴേ തുടങ്ങണം പ്ലാൻ. ആദി അതും പറഞ്ഞ് എണീറ്റു. പിന്നെ നാളേക്കുള്ള പണികളായിരുന്നു. ആമി മുത്തുവിൻ്റെയും ശാരിയമ്മയുടെയും ആനിവേഴ്സറി ആണെന്ന് കേട്ടപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞതാ ഗ്രാൻഡായി നടത്താൻ. അമ്മായി അത് ആദ്യമേ കുളമാക്കി. പിന്നെ എൻ്റെ ഭർത്തു നടത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഹാപ്പിയായി. അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ മതി. ഒരാഗ്രഹമല്ലേ എൻ്റെ അച്ചു? സാധാരണ എന്തൊക്കെയാ ഉണ്ടാവാറ്? രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകും, അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കും, അത്രേ ഉള്ളൂ. ആഹാ, അതൊക്കെ മതിയല്ലോ. നമുക്ക് ഈ പ്രാവശ്യം പറമ്പിലെ പണിക്കാരെയും കൂടി വിളിക്കാം. പിന്നെ ഈവനിങ് എവിടെയെങ്കിലും കറങ്ങാനും പോകാം. ആ അത് കൊള്ളാം. പണിക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് ആമിയെ. നമ്മൾ പോയ ആ വഴിയിൽ പന്തലൊക്കെ കെട്ടും, എന്നിട്ട് അവർക്ക് കൊടുക്കും. പണ്ട് അവരെയും കൂടി വിളിക്കാറുണ്ടായിരുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച കുറച്ചെണ്ണം ഉണ്ട്. അവറ്റകൾ വല്ലാതെ അവരെ ഓരോന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. അന്നത്തെ പരിപാടി കുളമാക്കി കയ്യിൽ തരും. അതുകൊണ്ട് മുത്തു തന്നെയാ അവർക്ക് ഫുഡ് ഇനി അവിടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത്. അതാകുമ്പോൾ അവര് ഹാപ്പി, മുത്തുവും ഹാപ്പി. അച്ചു പറഞ്ഞതിനോട് യോജിച്ച് നന്ദു പറഞ്ഞു, ആദ്യം പോയി അവരോട് പറഞ്ഞു നോക്കാം. കാര്യം ഉണ്ടാകാൻ സാധ്യതയില്ല നന്ദു. എൻ്റെ അച്ചു നെഗറ്റീവ് അടിക്കല്ലേ. ഓഹ്, ഞാനൊന്നും പറയുന്നില്ലേ. ഞങ്ങൾ 3 കൂടെ മുത്തുവിൻ്റെ അടുത്തോട്ട് പോയി. അവിടെയും 3 ആൾ കൂടെ ചർച്ചയാണ്.
ഞങ്ങൾ വന്നത് കണ്ടതും മുത്തു കാര്യം തിരക്കി. കാര്യം പറഞ്ഞതും ആദ്യം തന്നെ സമ്മതിച്ചില്ല. പിന്നെ കുറെ സോപ്പിട്ട് പതപ്പിച്ചപ്പോൾ സമ്മതിച്ചു. കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് മുത്തു സമ്മതിച്ചത്. നാളെ വരുന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ആരും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവരുടെ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുകയും വേണം. ആ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവരെയും കൂടെ വിളിക്കാൻ തീരുമാനിച്ചു. പിന്നെ നാളേക്കുള്ള ചെറിയൊരു ഷോപ്പിംഗ് കൂടെ പ്ലാൻ ചെയ്തു. എൻ്റെ ഭർത്തു ആദ്യം കൂടെ പന്തലും മറ്റുമൊക്കെ ഏർപ്പാട് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഒരുങ്ങി. എല്ലാവരും ഒന്നും വരുന്നില്ല. ഞാനും നന്ദു, അച്ചു, അപ്പു, ആദി, പിന്നെ എൻ്റെ ഭർത്തു. പ്രിയനോട് ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചപ്പോഴേക്കും അവളും പിന്നാലെ കൂടി. എന്തെങ്കിലും ആവട്ടെ, വെറുപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞോ? പോകാം. പെട്ടെന്ന് ഭർത്തുവിൻ്റെ ഒച്ച കേട്ടതും ഞാൻ സാരി ശരിയാക്കി വേഗം നടന്നു. റെഡ് സാരിയാണ് ഞാൻ ഉടുത്തത്. വേഗം കാറിൻ്റെ അടുത്തേക്ക് നടന്നതും കാറും ചാരി ഭർത്തു നോക്കുന്നുണ്ട്. എന്നെ കണ്ടതും അടിമുടി ഒന്ന് നോക്കി. ഇനി എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണോ ഇങ്ങനെ നോക്കുന്നേ എന്ന് കരുതി ഞാൻ സ്വയം ഒന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഭർത്തുവിനോട് പിരികം പൊക്കി എന്താന്ന് ചോദിച്ചപ്പോൾ കയറെന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. എന്ത് സാധനമാണ് എൻ്റെ ഈശ്വര! നല്ലതാണെങ്കിൽ അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? കാർ എടുത്തപ്പോൾ തൊട്ട് ഞങ്ങൾ വായ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല. പ്രിയയ്ക്ക് ഒട്ടും ദഹിക്കുന്നില്ല. പല്ലുറുമിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതൊട്ട് മൈൻഡ് ആക്കുകയും ചെയ്തില്ല. ഷോപ്പ് എത്തിയതും ഞങ്ങൾ മൂന്നും ആദ്യമായി ഷോപ്പിങ്ങിന് പോണ പിള്ളേരെ പോലെ ചാടി ഇറങ്ങി ചുറ്റും നോക്കി. വെറുതെ നിന്ന് തിരഞ്ഞ് സമയം കളയരുത്, പെട്ടെന്ന് എടുത്തോണ്ട് പോരണം. കേറുമ്പോൾ തന്നെ ഭർത്തു പറഞ്ഞു. അതെന്തായാലും നടക്കില്ല എന്നതുകൊണ്ട് അത് ഞങ്ങൾ ആരും മൈൻഡ് ആക്കാതെ നടന്നു. ഡാ അപ്പു, നീ അവരുടെ കൂടെ പോയിട്ട് എന്തെടുക്കാനാടാ? ഇവിടെ വാടാ. നോക്കുമ്പോൾ അപ്പുവും ഞങ്ങളുടെ പിന്നാലെയാണ്. അപ്പോ ആദ്യം അവനെ വിളിച്ചു. ആദ്യേട്ടാ, എല്ലാവർക്കും ഒരുമിച്ച് പോകാന്നേ. അപ്പു, നീ ഇങ്ങ വാ. എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നേരത്തെ വീട്ടിലെത്താം. എൻ്റെ പൊന്നാദ്യേട്ടാ, ഞാനൊന്ന് വേണ്ട ആദി, ഇവരെടുത്തിട്ട് നമുക്ക് പോയി എടുക്കാം. ഭർത്തു അതും പറഞ്ഞ് ഞങ്ങളോട് നടക്കാൻ പറഞ്ഞു. പിന്നെ എന്തെടുക്കും എന്നായിരുന്നു കൺഫ്യൂഷൻ. ലാസ്റ്റ് സാരി തന്നെ ഫിക്സ് ആക്കി. സാരി സെക്ഷൻ പോയി ചെറിയ രീതിയിൽ തിരക്കുണ്ട്. ഓരോ സാരിക്കും ഓരോ കുറ്റം കണ്ടെത്തി നിൽക്കുമ്പോഴാണ് ഞങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന കുറച്ച് ചെക്കന്മാരെ കണ്ടത്. ആദ്യം മൈൻഡ് ആക്കിയില്ലെങ്കിലും പിന്നെ അവർ ഞങ്ങളെ തന്നെയാണ് കുറേ നേരമായി നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവരെയും വിളിച്ച് കുറച്ച് മാറി നിന്ന് അവരോട് കാര്യമൊന്നും പറഞ്ഞില്ല. പ്രിയ അവൾക്ക് പറ്റിയത് എടുക്കാനെന്ന് പറഞ്ഞിട്ട് പോയി. ഭർത്തുവും ആദിയും കുറച്ച് മാറി നിന്ന് കത്തി അടിക്കുകയാണ്. അപ്പു ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അവന്മാർ വീണ്ടും ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ വന്നതും പെരുവിരൽ മുതൽ അങ്ങ് കേറി. ഞാൻ എൻ്റെ സാരി നേരെ ആക്കിക്കൊണ്ട് അവന്മാരെ തുറിച്ചു നോക്കി. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത് മനസ്സിലായിട്ടാണോ എന്തോ അവരവിടുന്ന് മാറി. പിന്നെ സമാധാനത്തോടെ ഞാൻ സാരി നോക്കി. ഒരുപാട് നല്ല കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട്. ബട്ട് ഏത് വേണം എന്ന് കൺഫ്യൂഷനാണ്. പെട്ടെന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു അലറൽ കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും നേരത്തെ ഞങ്ങളെ നോക്കി നിന്നവന്മാരാണ്. ഒരുത്തൻ്റെ കൈ പിടിച്ച് തിരിച്ച് കട്ടക്കലുപ്പിൽ ഭർത്തുവിൻ്റെ മുഖം കണ്ടതും നിന്ന നിപ്പിൽ ഞങ്ങൾ 3 പേരും ഉരുകിപ്പോയി. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൻ കൂട് നോക്കി ഒരു ചവിട്ട് കൊടുത്തു ഭർത്തു. അത് കണ്ടതും ഞാൻ അറിയാതെ എൻ്റെ നെഞ്ചിൽ തന്നെ കൈവച്ച് ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു.